ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തി വെക്കുക. അപ്പോൾ ഇന്നത്തെ ഹോം ടൂറാണ്. എൻ്റെ നാട്ടിലുള്ള വീടാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ അടൂരുള്ള വീടാണ് കേട്ടോ ഇത്. എനിക്കൊരു 3 വയസ്സാകുമ്പോൾ നമ്മൾ അടുത്തേക്ക് താമസം മാറിയത്. അതുവരെ നമ്മൾ അച്ചാച്ചൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സിറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡെല്ലാം കഴിക്കില്ല എല്ലാവരും. ചില ആൾക്കാർ അടുക്കളയിലെല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലേ, പക്ഷെ നമ്മൾ സിറ്റ് ഔട്ടിൽ വന്നിട്ടാണ് ഫുഡെല്ലാം കഴിക്കൽ. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനുള്ള സ്ഥലം അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സിറ്റ് ഔട്ടിൽ ചോറ് തിന്നുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ ഒരു റൂമുണ്ട്. അതിലാണ് എൻ്റെ കുഞ്ഞാട്ടൻ കിടക്കൽ. അപ്പോൾ കുഞ്ഞാട്ടൻ്റെ റൂമാണ് സിറ്റ് ഔട്ട് റൂം. അപ്പോൾ അതിൻ്റെ അകത്തൊരു അലമാര, പണ്ടത്തെ നമ്മൾ ആദ്യത്തെ അലമാരയാന്ന് കേട്ടോ. അത് നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ല, അത് അവിടെ തന്നെയുണ്ട്. അപ്പോൾ കുഞ്ഞാട്ടന് ഈ അടുത്തായിട്ടാണ് റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി പെയിൻറ്റെല്ലാം അടിച്ചെടുത്തത്. എനിക്ക് ഇവിടെ കട്ടിൽ കണ്ടാലും കിടന്ന് നോക്കാൻ തോന്നും. ഉറക്കെൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. എന്നിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ സെൻട്രൽ ഹാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെൻട്രൽ ഹാളിൽ താഴെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടായി. അതെല്ലാം അച്ഛന് എല്ലാം എടുത്ത് വെച്ചു. കാരണം ലച്ചു ഈച്ചാപ്പും കൂടി എല്ലാം വലിച്ച് വാരിയിടും. അതുകൊണ്ട് എല്ലാ സാധനവും അങ്ങനത്തെ എന്തെല്ലോ അവരവിടെ നിന്ന് മാറ്റി വെച്ചു. അച്ഛന് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കി കൊടുത്തതാണ് സെൻട്രൽ ഹാൾ. അപ്പോൾ ബാക്കിൽ കാണുന്നത് ലച്ചുവിൻ്റെ ഈച്ചുവിൻ്റെ കുഞ്ഞിലുള്ള ഫോട്ടോ ആണ്. ഒരു 6 മാസമായ സമയത്ത് നമ്മൾ എടുത്തു വെച്ചാണ് അവരുടെ ഫോട്ടോസ്. പിന്നെ ഇപ്പുറത്തുള്ളത് ഏട്ടനും ഏട്ടത്തിയമ്മയും കുഞ്ഞെല്ലാമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വിളക്ക് എത്തിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഒരു ശിവനും പാർവതിയും, നമ്മൾ അടൂർ അമ്പലത്തിൻ്റെ ശിവനും പാർവതീൻ്റെ ഒരു ഫോട്ടോ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രലിൽ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് പോകുന്നത് എൻ്റെ റൂമാണ്. ഞാൻ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് അതിനൊരു കുഞ്ഞു റൂമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നല്ലോണം സ്പേസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം മുമ്പുള്ള വീട് കുഞ്ഞു വീടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു റൂമും കൂടി എക്സ്ട്രാ ചേർത്തതാണ്. അപ്പോൾ പണ്ട് നമുക്കിത് അടുക്കളയായിരുന്നു. അതിപ്പോൾ എൻ്റെ ബെഡ്റൂമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഷൈൻ്റെ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും അവിടെ പോകുന്നതുകൊണ്ട് ആ സൈഡിൽ കുറച്ച് സാധനങ്ങൾ, ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രലിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെ റൂമാണ്. അപ്പം ഞാൻ പ്രസവ സമയത്തല്ലേ ഇതേ റൂമിലാണ് കിടന്നുറങ്ങിക്കൊണ്ട്. ആൾക്കാരെല്ലാം കാണാൻ വരുമ്പോൾ അവർക്ക് കുറച്ച് സൗകര്യങ്ങളെല്ലാം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പ്രസവത്തിൻ്റെ സമയത്ത് ഏട്ടൻ്റെ എൻ്റെ റൂമിലേക്ക് മാറിയിട്ട് അവരെനിക്ക് ഈ റൂം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത് മൊത്തം നമ്മൾ ഈ റൂമിലായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇച്ചാപ്പു അവിടെ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ സൗണ്ടൊന്നും ഇല്ലാണ്ട് മെല്ലെ എടുക്കലാണ്. അവർ ഉറക്കിയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റും. അതിൻ്റെ പിന്നൊരു റൂമുണ്ട്. അത് വലിയേട്ടൻ്റെ റൂമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കട്ടിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ റൂമിൻ്റെ അകത്താണ് നമ്മൾ മിഷനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ഞുമക്കളായതിൻ്റെ ഇപ്പോൾ കൂടുതൽ തയ്ക്കാറില്ല. അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ടാണ് തയ്ക്കൽ. അപ്പോൾ ഏട്ടത്തിക്ക് നല്ല വൃത്തിക്ക് സ്റ്റിച്ചെല്ലാം ചെയ്യാനറിയാം. എനിക്കത്ര വൃത്തിക്കൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ നമ്മൾ അരിയും കാര്യങ്ങളും, പിന്നെ യൂസ് ചെയ്യാത്ത ചെയർ, ആരെങ്കിലും വരുമ്പോൾ എടുക്കേണ്ട ചെയർ കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ആ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. റൂമെല്ലാം വലുതാണ് കേട്ടോ. നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ട്. കാരണം ഓവർ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ റൂമിനും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞ് അടുക്കള. നമുക്ക് അടുക്കള എത്ര വലുതുണ്ടായാലും നമുക്ക് മതിയാവില്ല അല്ലേ. പക്ഷെ നമ്മൾ അടുക്കള അത്യാവശ്യം വലുതെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളെ ഗ്രൈൻഡറാണ്. നമ്മൾ ആദ്യമായിട്ട് ഗ്രൈൻഡറിലാണ് അരക്കൽ. മീൻകറി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഗ്രൈൻഡറിനകത്ത് അരച്ചിട്ടാണ് വെക്കൽ. മിക്സീൻ്റെ അകത്ത് അരച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ചിക്കൻ, മീൻ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അരക്കുമ്പോൾ നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണ് അരക്കൽ. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പുറത്തൊരു സംഭവം, അത് നമ്മൾ വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സ്ഥലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തില്ല. ഇപ്പോൾ അച്ഛന് നമുക്ക് തുണിയെല്ലാം അലക്കിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ആടെ ഷീറ്റിലോട്ടിട്ട് ഒരു സംഭവം ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണിയെല്ലാം ഉണങ്ങാൻ ആടിയാണ് ഇടൽ. പിന്നെ നമ്മൾ അടുപ്പ് അകത്തില്ല കേട്ടോ. അടുപ്പ് നമ്മൾ പുറത്താണ്. അപ്പോൾ ചോറും കറിയെല്ലാം വെക്കാൻ നമുക്ക് വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ തുണി ഉണങ്ങാനിടൽ അങ്ങനത്തെ പരിപാടികളെല്ലാം ഈ സമയത്ത്. അപ്പോൾ നമ്മൾ അടുക്കള വശം തേച്ചിട്ടൊന്നുമില്ല. അവിടുന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ നമ്മളെ റൂബീൻ്റെ കൂട്. കുറേ നായ്ക്കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കളെ. പക്ഷേ ഓരോ അസുഖം വന്നിട്ട് മരിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ അത്ര ഇതാക്കലില്ല. പിന്നെ ഇപ്പം നമുക്ക് റൂബീനെ കൊണ്ടുവന്നത്. കുറച്ച് കാലമായിട്ട് നമുക്ക് റൂബി ഉണ്ട് ഒപ്പരം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ടോയ്ലറ്റ് ബാത്റൂമല്ലോ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വൃത്തികേടായിരിക്കുന്നു. കാരണം നമ്മൾ ചൂടുവെള്ളം വേണമല്ലോ. നമുക്ക് എല്ലാ സമയത്തും ചൂടുവെള്ളം വേണം. അപ്പോൾ നമ്മൾ തീ കത്തിക്കുന്നതുകൊണ്ട് ബാത്റൂമെല്ലാം പുകയെല്ലാം ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു.
അന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അവിടെ ഒരു പൈപ്പും സംഭവങ്ങളെല്ലാം കാലും കൈയെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പൈപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെടിക്ക് വെള്ളമെല്ലാം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പെല്ലാം അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഏട്ടൻ്റെ വണ്ടി വെക്കാൻ ഒരു ഷെഡ് വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.